വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 89 ഒരു ദീർഘമായ ദൈവസ്തുതിയും അപേക്ഷയും ചേർന്ന സങ്കീർത്തനമാണ്. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ 3 തിരിക്കാം. 1. ദൈവം തൻ്റെ കരുണയും വിശ്വസ്തയും എത്രത്തോളം ഉറപ്പുള്ളതാണെന്ന് വിവരിക്കുന്നു. ദൈവം സ്വർഗത്തിൽ മഹത്വം പ്രാപിച്ചവൻ, വിശുദ്ധന്മാരുടെ സഭയിൽ മഹത്വം പ്രാപിക്കുന്നവൻ, ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നവൻ, ശക്തനായവൻ, നീതിയുടെയും ന്യായത്തിൻ്റെയും ആധാരമായ സിംഹാസനത്തിലിരിക്കുന്നവൻ. 2. ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്ത് അവനോടുള്ളൊരു ശാശ്വത നിയമം സ്ഥാപിക്കുന്നു. ദാവീദിൻ്റെ സന്തതിക്ക് ദൈവം ശാശ്വതമായ രാജത്വം വാഗ്ദാനം ചെയ്യുന്നു. ദൈവം തൻ്റെ വാഗ്ദാനം ലംഘിക്കില്ല, തൻ്റെ വിശ്വസ്തത നിലനിൽക്കും. 3. ദൈവം ദാവീദിൻ്റെ വാഗ്ദാനം മറന്നതുപോലെ തോന്നുന്ന സാഹചര്യത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുന്നു. ദൈവം തൻ്റെ അഭിഷിക്തനെ തള്ളിയിരിക്കുന്നു, അവൻ്റെ രാജത്വം അപമാനിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തോട് കൃപയോടെ തിരിഞ്ഞു നോക്കാൻ അപേക്ഷിക്കുന്നു. മോശ രചിച്ച 90-ാം സങ്കീർത്തനത്തിൽ മനുഷ്യൻ്റെ നശ്വരതയും ദൈവത്തിൻ്റെ ശാശ്വതതയും തമ്മിലുള്ള ഭേദം ആഴത്തിൽ പ്രതിപാദിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം, മനുഷ്യൻ്റെ പാപം, ജീവിതത്തിൻ്റെ ചുരുങ്ങിയ കാലാവധി, ദൈവത്തിൻ്റെ ദയയുടെ ആവശ്യം എന്നിവയെക്കുറിച്ചുള്ള ആത്മവിശകലനമാണ് ഇതിൽ കാണുന്നത്. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്. അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നുപോകും. സങ്കീർത്തനം 90-ാം അധ്യായം 10-ാം തിരുവചനം. മോശയാണോ ദാവീദാണോ രചിച്ചതെന്ന് ഉറപ്പില്ലാത്ത സങ്കീർത്തനം 91 ദൈവത്തിൻ്റെ സംരക്ഷണവും വിശ്വാസിയുടെ സുരക്ഷിതത്വവും ഉറപ്പു നൽകുന്ന ശക്തമായൊരു വാഗ്ദാന ഗീതമാണ്. ഭയങ്ങൾ, രോഗങ്ങൾ, ശത്രുതകൾ എന്നിവയുടെ ഇടയിലും ദൈവം തൻ്റെ വിശ്വസ്തരായ ജനത്തെ സംരക്ഷിക്കുമെന്ന ആത്മവിശ്വാസം ഇതിൽ പ്രതിഫലിക്കുന്നു. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും, അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. സങ്കീർത്തനം 91, 15, 16. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.